ഈ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, ആരോഗ്യപരിരക്ഷ ഇവക്കൊക്കെയാണ് ആദ്യ വർഷം ഊന്നൽ കൊടുത്തത്. അവകാശം അതിവേഗം യജ്ഞത്തിൻ്റെ ഭാഗമായി 21,263 അവകാശ രേഖകളും അടിയന്തര സേവനങ്ങളും നൽകുന്നതിനുള്ള നടപടികളും പൂർത്തിയാക്കി. ഭക്ഷണം, ആരോഗ്യം എന്നിവ നേടാൻ പ്രാപ്തിയില്ലാത്ത കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനം വഴി തടസ്സമില്ലാതെ ഭക്ഷണവും ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കുന്നുണ്ട്. അവശേഷിക്കുന്ന കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാനുള്ള സജീവ പ്രവർത്തനങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. 2025 ഏപ്രിൽ 15 കണക്ക് പ്രകാരം ആകെ കണ്ടെത്തിയ കുടുംബങ്ങളിൽ 50,401 കുടുംബങ്ങളെ, അതായത് 78.74% ഇതുവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അതിദാരിദ്ര്യമുക്തരാക്കാനുള്ള കുടുംബങ്ങളിൽ ഏറിയ പങ്കും സ്ഥിര വരുമാനം ആവശ്യമുള്ളവരും സുരക്ഷിതമായ വാസസ്ഥലം, അതായത് വസ്തുവും വീട് മാത്രം, അതേപോലെ നിലവിലുള്ള വീടുകളുടെ പുനരുദ്ധാരണം, ഇങ്ങനെയുള്ള ആവശ്യങ്ങളുള്ളവരാണ്. വരുമാനം നേടാൻ പ്രയാസമുള്ള 5,350 കുടുംബങ്ങളിൽ ജീവനോപാധി ആരംഭിക്കുവാൻ ശേഷിയുള്ള 4,359 കുടുംബങ്ങൾക്ക് കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നേതൃത്വത്തിലുള്ള ഉജ്ജീവനം പദ്ധതി വഴിയും തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നേരിട്ടും മറ്റ് വകുപ്പുകൾ മുഖേനയും വരുമാനദായക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് സഹായം നൽകിയിട്ടുണ്ട്. 13 കുടുംബങ്ങൾക്ക് കൂടി വരുമാനമാർഗം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരികയാണ്. വീട് മാത്രം ആവശ്യമുള്ള 3,743 കുടുംബങ്ങൾക്ക് ഇതുവരെ വീട് നിർമ്മാണത്തിനുള്ള ആനുകൂല്യം നൽകി. അവയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. വസ്തുവും വീടും ആവശ്യമുള്ള 699 കുടുംബങ്ങളുടെയും വീട് നിർമ്മാണം പൂർത്തിയായി. ഭവന പുനരുദ്ധാരണം ആവശ്യമുള്ള കുടുംബങ്ങൾക്ക് വർദ്ധിപ്പിച്ച ആനുകൂല്യം നൽകുകയും 4,049 വീടുകളുടെ പുനരുദ്ധാരണം പൂർത്തിയാക്കുകയും ചെയ്തു. വീട് മാത്രമോ വസ്തുവും വീടുമോ ലഭിക്കുവാൻ അർഹതയുള്ള കുടുംബങ്ങളിൽ വാടക വീടുകളിൽ താമസിക്കുന്നതിന് താൽപ്പര്യം പ്രകടിപ്പിച്ച 606 കുടുംബങ്ങളെ വാടക വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കണ്ടെത്തുന്നതിനായി മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം എല്ലാ ജില്ലകളിലും നടന്നു വരികയാണ്. തദ്ദേശ സ്ഥാപന പരിധിയിൽ ഒഴിഞ്ഞുകിടക്കുന്ന റവന്യൂ ഭൂമിയും മറ്റ് വകുപ്പുകളുടെ അധീനതയിലുള്ള ഭൂമിയും ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ കണ്ടെത്തി അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട ഭൂമിയും വീടും ആവശ്യമുള്ളവർക്ക് അനുവദിച്ച് നൽകുന്നതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. വലിയ പാർസലുകളായി കിടക്കുന്ന ഭൂമികൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കണ്ടെത്തി അതിദരിദ്രർക്ക് നൽകുക, വ്യക്തിഗത ഗുണഭോക്താക്കൾ നേരിട്ട് ഭൂമി വാങ്ങുക, ഈ സാധ്യതകളും പരിശോധിച്ചു വരികയാണ്. സർക്കാരിൻ്റെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും യോജിച്ച പ്രവർത്തനം വഴി മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിൻ മുഖേന ഇതുവരെ 8.89 ഏക്കർ ഭൂമിയും റവന്യൂ വകുപ്പ് മുഖേന 5.5 ഏക്കർ റവന്യൂ ഭൂമിയും കണ്ടെത്തിയിട്ടുണ്ട്.
2025 നവംബർ 1 മുൻപ് സംസ്ഥാനത്തെ അതിദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ദാരിദ്ര്യമില്ലാത്ത നവകേരള എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ താണ്ടുന്ന സുപ്രധാന നാഴികക്കല്ലുകളിൽ ഒന്നായിരിക്കും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. ഭരണതലത്തിൽ അഴിമതി അവസാനിപ്പിക്കുക എന്നത് സർക്കാരിൻ്റെ സുവ്യക്തമായ നയമാണ്. അഴിമതിക്കെതിരെ അതിശക്തമായ മുന്നേറ്റം നടത്താനും അഴിമതിക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനും ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടിനെ ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ ഹബ്ബാക്കി മാറ്റുന്നതിനും ലോകരാജ്യങ്ങളെ ആകെ ആകർഷിക്കും വിധം നിക്ഷേപ സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും അഴിമതി തുടച്ചു നീക്കുക തന്നെ വേണം. അതിനായി വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ നടത്തിവരുന്ന അഴിമതി മുക്ത കേരളം ക്യാമ്പയിൻ നിർണായക നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികളുടെ നടത്തിപ്പും വികസന പ്രവർത്തനങ്ങളും ദൈനംദിന ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങളും സുതാര്യമായും കാര്യക്ഷമതയോടെയും ജനങ്ങളിൽ എത്തിക്കലാണ് പ്രധാനം.